Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് C# ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ രണ്ട് പുതിയ കൺസെപ്റ്റാണ്. ഒന്ന് ഫീൽഡ്സ് എന്ന് പറയും, രണ്ടാമത് ഒബ്ജക്റ്റ് മെത്തേഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. കാരണം നമ്മുടെ ഊപ്പ് സീരീസിലെ എല്ലാ വീഡിയോസും കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു വച്ചിട്ടുള്ള കോഡാണ്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, പബ്ലിക് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലിവിടെ ഒരു വേരിയബിൾ കളർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ചെയ്തിരിക്കുന്നതാണ്. ആപ്പിൾ എന്ന പേരിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ഫീൽഡ്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് ഫീൽഡ്സും, രണ്ട് ഒബ്ജക്റ്റ് മെത്തേഡ്സും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു വേരിയബിളിനെയാണ് നമ്മൾ ഫീൽഡ്സ് എന്ന് പറയുന്നത്. അതായത് ക്ലാസ്സിൻ്റെ അകത്ത് വരുന്ന വേരിയബിൾസ്, അതിനെയാണ് നമ്മൾ പൊതുവെ ഫീൽഡ്സ് എന്ന് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫീൽഡ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ ഇനി നമ്മൾ കഴിഞ്ഞ വഴിയിലൊക്കെ പറഞ്ഞു, പബ്ലിക് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം. അപ്പോൾ അതിനെ നമ്മൾ ആക്സസ് മോഡിഫയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിലായിരിക്കും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എത്ര വേരിയബിൾ അല്ലെങ്കിൽ എത്ര ഫീൽഡ്സ് വേണമെങ്കിലും ക്ലാസ്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പുതിയൊരു ഫീൽഡ് ഇവിടെ ആഡ് ചെയ്യാണ്. സെക്കൻഡായിട്ട് അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നു. നമ്മളിവിടെ നെയിം എന്നാണ് ഈ ഒരു ഫീൽഡിന് പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫീൽഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡ്സ് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ട് നൊട്ടേഷൻ, അതായത് ഒബ്ജക്റ്റ് ഡോട്ട് ഫീൽഡ് നെയിം, അങ്ങനെ ഒരു സിൻടാക്സിലാണ് അത് വാല്യൂ സെറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ പൊതുവെ ഫീൽഡ്സ് എന്ന് പറയുന്നത്. ഈ ഫീൽഡ്സ് കൂടാതെ രണ്ടാമത് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ മെത്തേഡ്സിനെ പറ്റി ഒക്കെ പഠിച്ചിരുന്നു ഊപ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ വരുന്ന ഒരു ചേഞ്ച് എന്നാൽ നമുക്കൊരു ക്ലാസ്സിൻ്റെ അകത്ത് വരുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുന്ന മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലും നമുക്ക് ഒരു മെത്തേഡിൻ്റെ പേര് കൊടുക്കണം, അതുപോലെ തന്നെ ആക്സസ് മോഡിഫിക്കേഷനൊക്കെ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ റിട്ടേൺ ടൈപ്പാണ്. പബ്ലിക് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ആക്സസ് മോഡിഫയറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ മെത്തേഡ് റിട്ടേൺ ടൈപ്പ്. ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സാമ്പിളിൽ ഡാറ്റ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വോയിഡ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു പേര്, നമ്മൾ നോർമലി മെത്തേഡ്സിന് കൊടുക്കുന്ന ഒരു പേര് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നോർമലി നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സ് പഠിച്ചപ്പോൾ ഉള്ള അതേ സിൻടാക്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ആക്സസ് മോഡിഫയർ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മളിവിടെ ജസ്റ്റ് ഒരു വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യാണ്. ഇതിനകത്ത് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫീൽഡ്സ് ഈ ക്ലാസ്സിലെ ഏത് ഫങ്ഷനിലും അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റ് മെത്തേഡ്സിലും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ അതിൻ്റെ വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ, അതായത് നമ്മുടെ ഫ്രൂട്ടിൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്യിക്കാൻ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നെയിം എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അപ്പോൾ അതൊരു നെയിമിംഗ് കൺവെൻഷനാണ്, അല്ലെങ്കിലും കോഡ് വർക്ക് ചെയ്യും, പക്ഷേ അത് C# ഒരു സ്റ്റാൻഡേർഡാണത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡ്സും ഒബ്ജക്റ്റ് മെത്തേഡ്സും ക്രിയേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നോർമൽ ഒരു മെത്തേഡിൽ കൊടുക്കുന്ന എന്ത് കാര്യം വേണമെങ്കിലും ഇതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു ബേസിക് എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ തൽക്കാലം കൊടുത്തിട്ടില്ല. ഇനി ഈ ഒരു മെത്തേഡ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ ഇവിടെ നമ്മൾ നെയിമാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ നെയിം എന്ന് പറയുന്ന ഫീൽഡിൻ്റെ വാല്യൂ കൂടി ഒബ്ജക്റ്റിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വരുവാണെങ്കിൽ നമ്മളിവിടെ നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ സെറ്റ് ചെയ്യുന്നു. അതും ഒരു സ്ട്രിങ് വാല്യൂ തന്നെയാണ്. ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ഫീൽഡ്സിൻ്റെ വാല്യൂ പ്രോഗ്രാമിൽ സെറ്റായി കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ആ ഒരു ഡിസ്പ്ലേ നെയിം എന്ന് പറയുന്ന മെത്തേഡിനെ നമുക്കിവിടെ വിളിക്കാവുന്നതാണ്. അപ്പോൾ അതും നമ്മൾ ഡോട്ട് നൊട്ടേഷനിലാണ് വിളിക്കുന്നത്. പക്ഷേ മെത്തേഡ് ആയതുകൊണ്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് സിൻടാക്സ്, അത് പാരാന്തസിസ് കൊടുക്കേണ്ട സിൻടാക്സിലാണ് മെത്തേഡ്സ് നമ്മൾ കോൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഡോട്ട് എന്ന് പറയുന്ന ഒരു നൊട്ടേഷനും കൂടി വരും. അപ്പോൾ അത് മാത്രമാണ് ഒരു അഡീഷണൽ ഒരു ചേഞ്ചായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ നോർമൽ മെത്തേഡ്സ് പഠിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ആപ്പിൾ എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ വോയിഡായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് കൺസോൾ പ്രിൻ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോർമലി ഒരു മെത്തേഡിൽ നിന്ന് ഡാറ്റ റിട്ടേൺ ചെയ്യുന്ന രീതിയിലൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലാസ് മെമ്പേഴ്സാണ്, ക്ലാസ്സിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഫീൽഡ്സ് എന്ന് പറയും, രണ്ട് മെത്തേഡ്സ് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് എത്ര ഫീൽഡ്സും അല്ലെങ്കിൽ എത്ര മെത്തേഡ്സും വേണമെങ്കിലും ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളാണെങ്കിൽ നമുക്കിവിടെ ഡിസ്പ്ലേ കളർ എന്ന് പറയുന്ന വേണമെങ്കിൽ ഒരു മെത്തേഡ് ഇവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ എത്ര മെത്തേഡ്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നോർമലി നിങ്ങളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നല്ല വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ അകത്താണ്. അപ്പോൾ നിങ്ങൾ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് സപ്പോസ് നിങ്ങൾ ഷിപ്പെന്നോ അല്ലെങ്കിൽ കാറെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാസ് വേറെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തും ഈ ഡിസ്പ്ലേ നെയിം അല്ലെങ്കിൽ ഡിസ്പ്ലേ കളർ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ക്ലാസ് ആയതുകൊണ്ട് അതൊരു നെയിമിംഗ് കൊളീഷനോ അങ്ങനെയൊന്നും വരുന്നതല്ല. കാരണം ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ മെത്തേഡ്സിന് ഒബ്ജക്റ്റ് ത്രൂ ആണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നെയിമിംഗ് കൊളീഷൻസ് ഒന്നും നമുക്ക് വരുന്നതല്ല. അപ്പോൾ കോഡ് കുറച്ചും കൂടി ക്ലീൻ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ആപ്പിൾ ഡോട്ട് ഡിസ്പ്ലേ നെയിം വിളിക്കുന്നതും മറ്റൊരു കാർ ഡോട്ട് ഡിസ്പ്ലേ നെയിം വിളിക്കുന്നതും മെത്തേഡ് നെയിം സെയിം ആണെങ്കിലും അതിൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പ്രോഗ്രാം കുറച്ചും കൂടി ലാർജർ പ്രോഗ്രാംസ് നമുക്ക് കുറച്ചും കൂടി നീറ്റായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിലിനിയും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ കുറച്ചധികം കൺസെപ്റ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോസിൻ്റെ നെക്സ്റ്റ് സീരീസായിട്ട് നമ്മൾ കുറച്ച് അധികം വീഡിയോസ് ഇനി ഊപ്സ് കൺസെപ്റ്റ്സ് തന്നെയായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് തന്നെ നോക്കി പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.